എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏപ്രിലെ കറണ്ട് അഫയേഴ്സിൻ്റെ MCQ ആണ്. എത്രമാത്രം റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ റിവിഷൻ അനുസരിച്ചും അതുപോലെ തന്നെ ഡെയിലി ആയിട്ടുള്ള ഫോളോ അപ്പ് അനുസരിച്ചുമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നാറ്റോയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അടുത്തിടെ നാറ്റോയിൽ അംഗമായ 31ാമത്തെ രാജ്യം ഏതാണ്? അടുത്തിടെ നാറ്റോയിൽ അംഗമായ 31ാമത്തെ രാജ്യം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 31 രാജ്യങ്ങളാണ് നാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷനുള്ളത്. നാറ്റോ എന്ന് പറയുന്നത് ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണോ? അല്ല. നാറ്റോ എന്ന് പറയുന്നത് എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ നാറ്റോ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഡിഫൻസ് അലയൻസ് ആണ്. അപ്പോൾ കളക്റ്റീവ് ഡിഫൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഓർഗനൈസേഷനാണ് നാറ്റോ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രധാനമായും നാറ്റോ ന്യൂസിലുള്ള കാരണമെന്ന് പറയുന്നത് ഉക്രൈൻ റഷ്യ വാറാണ്. കാരണം ഉക്രൈൻ തോൽക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന നാറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, അമേരിക്കയാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്ലെയർ നാറ്റോയിൽ അമേരിക്ക ഹെഡ് ചെയ്യുന്ന ഈ പറയുന്ന ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആം സപ്ലൈ, അതുപോലെ പിന്നെ പൈസയുടെ സപ്ലൈ, ഇതൊക്കെ നടക്കുന്നത് കൊണ്ടാണ്, ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നത് കൊണ്ടാണ് ഈ വാർ എപ്പോഴും ഉക്രൈൻ പിടിച്ചേക്കുന്നത്. കാരണം അത്രയധികം സപ്പോർട്ട് നാറ്റോയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ജർമ്മനി, അതെ, ഇപ്പോൾ ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങൾ, അതായത് US ഒക്കെ ഇതിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. അപ്പോൾ ഓപ്ഷൻ എ ഫിൻലൻഡ്, ബി സ്വീഡൻ, ടർക്കി, ജർമ്മനി. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫിൻലൻഡ്, ഇതിൻ്റെ ഒരു ക്ലൂ എന്ന് പറയുന്നത് ഫിൻലൻഡും സ്വീഡനുമാണ് അൾട്ടിമേറ്റ്ലി ചേരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഇതിലേതാണ് 31ാമത്തെ രാജ്യമായിട്ട് അംഗമായി മാറിയത്? ഏതാണ്? ഫിൻലൻഡാണ്. നാറ്റോയിൽ അംഗമായി 31ാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഫിൻലൻഡാണ്. ഫിൻലൻഡ്, ഓപ്ഷൻ എ ഫിൻലൻഡ്. സ്വീഡൻ ആക്ച്വലി ഇപ്പം ചേരാൻ വേണ്ടി പോവുകയാണ്, എന്നാൽ ഫിൻലൻഡ് 31ാമത്തെ രാജ്യമായിട്ട് ചേർന്നിരിക്കുകയാണ് നാറ്റോയിൽ. രണ്ടാമത്തെ ചോദ്യം, സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചാറ്റ് ജി പി ടി ആദ്യമായി നിരോധിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? അപ്പോൾ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഒരു വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു സെർച്ച് എഞ്ചിൻ പോലെയല്ല. അത് നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് എന്ത് തരം ഇപ്പോൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഉത്തരം ലഭിക്കാവുന്ന, ഇപ്പോൾ എന്തിനെക്കുറിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് മനസ്സിലാക്കുന്ന ഒരു അൽഗോരിതമാണ് ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. ഓപ്പൺ AI എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. അത് ഏത് രാജ്യമാണ് ആദ്യമായിട്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചാറ്റ് ജി പി ടി ആദ്യമായിട്ട് നിരോധിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ഫിൻലൻഡ്, ബി ഇറ്റലി, സി ഇംഗ്ലണ്ട്, ഡി ജർമ്മനി. ഏത് രാജ്യമാണ്? ഇറ്റലിയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചാറ്റ് ജി പി ടി എന്ന ഈ ചാറ്റ് സംവിധാനം, അതായത് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രിവൺ ആയിട്ടുള്ള വോയിസ്, അതായത് ലാംഗ്വേജ് ബേസ്ഡ്, അതായത് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന സംവിധാനം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെൻറ്റേഡ് ആയിട്ടുള്ളൊരു സംവിധാനം നിരോധിച്ചത് ഇറ്റലിയാണ്. ഉത്തരം. ചാറ്റ് ജി പി ടി നിരോധിച്ച യൂറോപ്യൻ രാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ്. മൂന്നാമത്തെ ചോദ്യം, ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ എ ഏപ്രിൽ 12, ഓപ്ഷൻ ബി ഏപ്രിൽ 5, ഏപ്രിൽ 8, ഏപ്രിൽ 2. ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? അപ്പോൾ ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 2 ഏപ്രിൽ 2. നാലാമത്തെ ചോദ്യം, അടുത്തിടെ പ്രകാശനം ചെയ്ത വാർ ആൻഡ് വുമൺ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? അടുത്തിടെ പ്രകാശനം ചെയ്ത വാർ ആൻഡ് വുമൺ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ MA ഹസൻ, ബി അരുന്ധതി റോയ്, സി മധുസൂദനൻ നായർ, ഡി ജോർജ് ഓണക്കൂർ. ഉത്തരം ഏതാണ്? ഡോക്ടർ MA ഹസൻ. അടുത്തിടെ പ്രകാശനം ചെയ്ത വാർ ആൻഡ് വുമൺ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ MA ഹസനാണ്. അഞ്ചാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന പുസ്തകമേള സംഘടിപ്പിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന പുസ്തകമേള സംഘടിപ്പിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ നോർവേ, ഓപ്ഷൻ ബി സ്വീഡൻ, ഓപ്ഷൻ സി ഇറാൻ, ഓപ്ഷൻ ഡി ഇറാഖ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന പുസ്തകമേള സംഘടിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ നോർവേ, ബി സ്വീഡൻ, സി ഇറാൻ, ഡി ഇറാഖ്. ഉത്തരം ഓപ്ഷൻ ഡി ഇറാഖാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന പുസ്തകമേള സംഘടിപ്പിച്ച രാജ്യം ഇറാഖാണ്. ആറാമത്തെ ചോദ്യം, നിലവിൽ വന്നിട്ട് 50 വർഷം പൂർത്തിയാക്കുന്ന കർണാടകയിലെ ടൈഗർ റിസർവ് ഏതാണ്? നിലവിൽ വന്നിട്ട് 50 വർഷം പൂർത്തിയാക്കുന്ന കർണാടകയിലെ ടൈഗർ റിസർവ്. ഓപ്ഷൻ എ കാളി ടൈഗർ റിസർവ്, ബി ദണ്ഡേലി അൻഷി, സി ബന്ദിപ്പൂർ, ഡി മുതുമലൈ.
ഈ മുതുമലൈ കർണാടകയിലാണോ? അപ്പോൾ ചില ഓപ്ഷൻസ് അങ്ങനെയും ഡിലീറ്റ് ചെയ്യാം. നിലവിൽ വന്നിട്ട് 50 വർഷം പൂർത്തിയാക്കുന്ന കർണാടകയിലെ ടൈഗർ റിസർവ് ഓപ്ഷൻ സി ബന്ദിപ്പൂരാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവാണ് 50 വർഷം തികക്കുന്നത് നിലവിൽ വന്നിട്ട്. 7 പ്രഥമ രാജ്യാന്തര ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവിന് വേദിയായത്. പ്രഥമ രാജ്യാന്തര ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവിന് വേദിയായത് ഏത് നഗരമാണ്? ന്യൂഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, പൂനെ. ന്യൂഡൽഹിയാണ് പ്രഥമ രാജ്യാന്തര ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവിന് വേദിയായത്. 8ാമത്തെ ചോദ്യം, അടുത്തിടെ ഒഫേക്ക് 13 എന്ന ചാര ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. ഇതിപ്പോൾ ഓപ്ഷൻസ് ഭയങ്കര ടൈറ്റാണ്. കാരണം ചാര ഉപഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മളൊരു ശത്രു രാജ്യത്തിനെ കുറിച്ചാണ് എപ്പോഴും ആലോചിക്കുക. അപ്പോൾ ചൈന, പാകിസ്ഥാൻ, ഇസ്രായേൽ, ഇറാനാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ അടുത്തിടെ ഒഫേക്ക് 13 എന്ന ചാര ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈന, പാകിസ്ഥാൻ, ഇസ്രായേൽ, ഇറാൻ. ഇതിനകത്ത് ക്ലൂ എന്ന് പറയുന്നത് പെഗാസസ് എന്ന് പറഞ്ഞൊരു ചാര സോഫ്റ്റ്വെയറിനെ കുറിച്ച്, ഒരു സ്പൈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയാമല്ലോ, പെഗാസസ്. അത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? അതേ രാജ്യമാണ് ഒഫേക്ക് 13. അപ്പോൾ അടുത്തിടെ ഒഫേക്ക് 13 എന്ന ചാര ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇസ്രായേലാണ്. ഇസ്രായേൽ. അടുത്തിടെ ഒഫേക്ക് 13 എന്ന ചാര ഉപഗ്രഹം വിക്ഷേപിച്ചത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെഗാസസ് ആണ്. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് അൾട്രാസാറ്റ് എന്ന് പറഞ്ഞ ടെലിസ്കോപ്പ് ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയത് ഏത് രാജ്യമാണ്? ഇസ്രായേലാണ്. അപ്പോൾ അൾട്രാസാറ്റും അതുപോലെ തന്നെ പെഗാസസും ഇപ്പോൾ ഈ ഒഫേക്ക് 13 ഇത് ചാര ഉപഗ്രഹമാണ്. സ്പൈ സാറ്റലൈറ്റ്. 9ാമത്തെ ചോദ്യം, 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാവുന്നത്. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിന് വേൾഡ് കപ്പിന് വേദിയാകുന്നത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ അമേരിക്ക, ബി റഷ്യ, സി ബ്രസീൽ, ഡി അർജൻറ്റീന. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് ഓപ്ഷൻ ഡി അർജൻറ്റീനയാണ്. 10 ഏത് മൃഗസംരക്ഷണ പദ്ധതിയാണ് ഈയിടെ 50 വർഷം തികച്ചത്? ഇന്ത്യയുടെ ഏത് മൃഗസംരക്ഷണ പദ്ധതിയാണ് ഈയിടെ 50 വർഷം തികച്ചത്? പ്രൊജക്റ്റ് എലിഫൻറ്റ്, പ്രൊജക്റ്റ് ടൈഗർ, പ്രൊജക്റ്റ് റൈനോ, പ്രൊജക്റ്റ് വൾച്ചർ. ഏതാണ്? പ്രൊജക്റ്റ് ടൈഗർ ആണല്ലേ. അങ്ങനെ 10 ചോദ്യങ്ങൾ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഏപ്രിൽ 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.